ഇപ്പോഴത്തെ മിനിഞ്ഞാന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതെന്ന് എനിക്കറിയില്ല. അതിലേക്ക് സങ്കടമുള്ള കാര്യമാണ് ഞങ്ങളോട് പറയണത്. ഒരു 4-5 ചെറുപ്പക്കാർ, അതേപോലെ 6 പെൺകുട്ടികളുമുണ്ട്. അവരെ ചോദ്യം, ഈ മീഡിയേറ്റർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: പ്രേമിക്കുന്ന കമിതാക്കൾ കല്യാണം കഴിയുന്നതിന് മുമ്പ് ലൈംഗിക ബന്ധം തെറ്റാണോന്ന് കണ്ടോ നിങ്ങൾ ആരെങ്കിലും? പടച്ചോനെ രസീർ, ആരും കണ്ടില്ലേ? ഞാൻ മാത്രമേ കണ്ടുള്ളൂ. തെറ്റാണ്. നിങ്ങളിത് നോക്കി കുതിരിക്കല്ലേ എന്ന് നിങ്ങൾ ഉത്തരം ശരിയാണ്. അപ്പോൾ തെറ്റാണോ എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ കേൾക്കണം, ആൺകുട്ടികൾ, പ്രിയപ്പെട്ടോല് കേൾക്കണം. ആൺകുട്ടികൾ പറഞ്ഞു, ഒരുത്തൻ പറഞ്ഞു അതൊരു ശരിയായി എനിക്ക് തോന്നുന്നില്ല. മുസ്ലിം കുട്ടികളാട്ടോ പറയുന്ന, മുസ്ലിം കുട്ടികളല്ല. ഒരുത്തൻ പറഞ്ഞു എനിക്കത് വലിയ കുഴപ്പമായി തോന്നില്ല. ഒരുത്തൻ പറഞ്ഞു എനിക്കത് തെറ്റാണ്, അതൊരിക്കലും വേണ്ടാത്തതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. 3-4 ആൾക്കാർ പറയുന്നു. 2 മുസ്ലിം പെൺകുട്ടികളാണ് പിന്നത്തെ ഉത്തരം പറയുന്നത്. ഒരു മുസ്ലിം പെൺകുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ അതിനോട് യോജിപ്പില്ല, ഓൾ മഫ്തിട്ടിട്ടുണ്ട്. 2ാമത്തെ മുസ്ലിം പെൺകുട്ടി മഫ്തിയിട്ടക്കണു, ഷാളൂട്ടക്കണു, കണ്ണടിയും വെച്ചക്കണു. അവൾ ചെലച്ചത് എന്താണെന്നറിയോ നിങ്ങളെ? ഒരു കുഴപ്പവുമില്ല, അവർക്ക് അവരല്ലേ ജീവിക്കുന്നത് എന്ന്. നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചാൽ മൊബൈലിൽ ഇതൊക്കെ പാടുക്കാൻ സമയമല്ലല്ലോ. ഇതൊരു മഫ്തട്ട പെണ്ണാ പറയണത്. എവിടെത്തി മുസ്ലിങ്ങൾ സ്ഥാനം? അവസാനമായൊരു ഹിന്ദു പെൺകുട്ടി, ഇത്ര കൈയിട്ടൊരു പെൺകുട്ടി, അവൾ പറഞ്ഞു അത് തെറ്റാണ്, ഞാനതിന് എതിരാണ്, ഞാനത് അംഗീകരിക്കുകയില്ല എന്ന്. പ്രേമിക്കുന്ന ആൾക്കാരെ പ്രേമിക്കുന്നതിന് മുമ്പ് ലൈംഗിക ബന്ധം തെറ്റാണോ എന്നാണ് മീഡിയേറ്ററുടെ ചോദ്യം. ഇതിനായിട്ട് ഇത് പിടിച്ച് നടക്കാൻ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, എന്തെങ്കിലും ചെയ്ത് കിട്ടും. അപ്പോൾ പ്രിയപ്പെട്ടവരെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രേമിക്കുന്ന ആൾക്കാർ എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ പ്രേമെന്നൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇതാണ് നമ്മളെ പ്രേമം തെറ്റാണെന്ന് പറയുന്നത്. ഇങ്ങനെ അനാവശ്യമായ പ്രവർത്തനങ്ങൾ ഇതിന് മുമ്പിൽ വരുന്നതിൽ ഈ പ്രേമിക്കുന്ന കമിതാക്കൾക്ക് അതിൽ തെറ്റേ കാണുന്നില്ല. ഓരോ വീട്ടിലും ഇന്ന് പെണ്ണ് കാണാൻ പോകേണ്ട ആവശ്യമല്ല. ഒരു രക്ഷിതാവ് എന്നോട് പറയാണ്, ഞാൻ പെണ്ണ് തരേണ്ട ആവശ്യമൊന്നും വന്നില്ല, ചെറുക്കന്മാരെന്നെ കൊടുന്നു എന്ന്. അതിൻ്റെ നാരങ്ങളൊന്നും കുടിക്കേണ്ടി വന്നില്ല. വേറെ രക്ഷിതാവ് പറയാം, നടന്ന് ഇങ്ങനെ നാരങ്ങളെല്ലാം കുടിക്കണ്ടേ, അത് കുടിക്കേണ്ടി വന്നില്ല, ഓൻ തന്നെയാണ് കൊടുന്നു. വലിയ ചിലവും ഉണ്ടായില്ല. അഭിമാനപൂർവ്വം രക്ഷിതാക്കൾ പറയാണിത്. അങ്ങനത്തെ ഒരാളാകാൻ പാടില്ല നമ്മൾ മുജാഹിദത്തുകളായ പെണ്ണുങ്ങൾ. നമ്മുടെ വീട്ടിൽ അവനൊരു പെണ്ണുണ്ട് ഇഷ്ടപ്പെടാൻ മാന്യമായിട്ടേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, മാന്യമായിട്ടേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒരിക്കൽ രക്ഷിതാവ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ ചെക്കനോട് ഇവനെ വിളിക്കണ്ടെന്നൊന്നും പറയണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടി ഈ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിൻ്റെ ഭാഗത്തുള്ള ചെക്കന് ഓൻ്റെ മൊബൈലും ഓൻ്റെ നാവുള്ള കാലം ഓൾ എൻ്റെ പെണ്ണിനെ അവൻ നിൻ്റെ പെണ്ണിനെ വിളിക്കും. പക്ഷേ നീ വളർത്തുന്ന നിൻ്റെ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ നീ ഒതുക്കി വളർത്തണം. നീ അവളെ മൊബൈൽ വിളിപ്പിക്കാതിരിക്കാനും മൊബൈൽ നീ കൊടുക്കാതിരിക്കണം. ഉമ്മാൻ്റെ മൊബൈലിക്ക് പെണ്ണിൻ്റെ കാമുകം വിളിക്കേ ഉമ്മ നമ്മളോട് വിളിച്ച് പറയാം, നിങ്ങൾ ആ ചെറുക്കനോടൊന്ന് പറയോ ഇതൊന്നും വിളിക്കണ്ടെന്ന്. എൻ്റെ കയ്യത്തിനോട് ആയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ താണ സ്വഭാവമുള്ള പെരുമാറ്റ രീതികളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത് എന്ന് ഞാൻ നിങ്ങളറിയാൻ വേണ്ടി പറയുകയാണ്. നിങ്ങളിങ്ങനത്തെ സമ്മേളനങ്ങൾ ഇവിടെ ഒന്നും അങ്ങനെ വെച്ചിട്ടില്ല, ഇവിടെ ഒന്നും വന്നിട്ടില്ല. ഏതാണ്ട് ഒരു ഭാഗം ഒരുപാട് ജനങ്ങളെ ഇടയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ ഞാൻ കണ്ടത് 1-2 ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്തരം പരിപാടികൾ വെച്ചിട്ട് ഓരോ ആൾക്കാരെയും കൊടുന്ന് കാര്യങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ ഇരുത്തി കേൾപ്പിക്കണം, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാകുകയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പെൺകുട്ടികളുടെ ഇന്നത്തെ പോക്ക് അനിസ്ലാമികമാണ്. അവകാശികളായി തീരുന്നവരായിത്തീരും. ഈ പോക്ക് പോയാൽ ഇവിടെ നമ്മൾ നോക്കിയിട്ടില്ല എങ്കിൽ ഞാനും നിങ്ങളും കരഞ്ഞ് മരിക്കേണ്ടി വരും. ആൺകുട്ടികൾ മുഴുവനായിട്ട് നോക്കി നിങ്ങൾ, ഓരോ വീട്ടിലും ഇന്നും ഇന്നലെയും ഇനിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഓരോരോ പെൺകുട്ടികളുടെ ഫോണായി എനിക്ക് വരുന്നത്. നല്ല പാവം പെൺകുട്ടികൾ. ഞാനപ്പോൾ അങ്ങനെ ആലോചിച്ചു ചെയ്തു, പഠിച്ചവൻ എങ്ങനത്തെ പച്ചപ്പാവങ്ങളും കുറേ ഉണ്ടല്ലോ. ഭർത്താവ് കഞ്ചാവിൻ്റെ അഡിക്റ്റായിട്ട് തലക്ക് വെളിവില്ലാതെ അതും ഇതും പറഞ്ഞിട്ടും തോന്നിവാസം വിളിച്ച് പറഞ്ഞിട്ടും ഉപദ്രവിച്ചിട്ടും സഹിക്കവയ്യാതെ ഒരു പെൺകുട്ടി നമ്മോട് സങ്കടം പറയുമ്പോൾ ഇതിന് മറുപടി എന്താ നമ്മൾ പറയുക? ഞാൻ എൻ്റെ ഓരോരുത്തരുടെയും ആവശ്യം അതാണ്, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നാണ്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, ഇന്നത്തെ പുരുഷ സമൂഹങ്ങൾ കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും അഡിക്റ്റുകളാണ്. എൻ്റെ കോളേജിൽ തന്നെ ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ചെന്നപ്പോൾ 50 പവനം സ്വർണം അക്കാലത്ത് കൊടുത്ത പെൺകുട്ടിയാണ്. ഈ ബെഡിൻ്റെ അടിയിൽ മുഴുവനായിട്ട് ലഹരി വിരിച്ച ഒരു വിരിപ്പാണ് ആ കുട്ടിക്ക് കിടക്കാനുണ്ടായത് എന്നതാണ്.
ഭർത്താവിന് ഇതൊരു സെക്കൻഡ് വായിൽ നിന്ന് എടുക്കാൻ പാടില്ല, അത്ര ലഹരിൻ്റെ അഡിക്റ്റ്. ഇയാൾ ബാത്റൂമിൽ പോകുമ്പോൾ ആ ബാത്റൂമിൽ മുഴുവനും ഈ ലഹരി പദാർത്ഥങ്ങളാണത്രേ. അറബിക് കോളേജിൽ അഫ്ളൽ പഠിച്ച ഒരു പെൺകുട്ടിക്ക് വന്ന ദുരിതം. അതുകൊണ്ട് നിങ്ങൾ സമ്പത്തും സൗന്ദര്യവും കണ്ട് ഓടരുത്, അന്വേഷിക്കണം. നമ്മൾ എങ്ങനത്തവനാണ് എന്ന് നമ്മൾ അന്വേഷിച്ചിട്ട് വേണം പ്രിയപ്പെട്ടവരെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, ഇന്നത്തെ ഏറ്റവും കൂടുതൽ തൊലാക്കുകൾ, ഡിവോഴ്സുകൾ നടക്കുന്നത് പേരമക്കളും അതുപോലെ തന്നെ മരുമക്കളുമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണ്. വയസ്സായ ഭാര്യ ഭർത്താക്കന്മാരാണ് ഇന്ന് കൂടുതലായിട്ട് കുടുംബങ്ങൾ പിരിഞ്ഞു താമസിക്കുന്നത്. ഭർത്താവും ഭാര്യയും പിണക്കത്തിലാണ് എന്നാണ്. അവിടെ വയസ്സോ 60ഉം 70ഉമാണ്. ഭർത്താവിന് 70 വയസ്സുണ്ട്, ഭാര്യയ്ക്ക് 60 വയസ്സുണ്ട്. അവർ രണ്ടുപേരും പിരിഞ്ഞു താമസിക്കുകയാണ്. എന്താണ്? അദ്ദേഹത്തിൻ്റെ കുടി സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. ഇത്രയും പ്രായമായിട്ടും അയാൾ കുടി അവസാനിപ്പിക്കുന്നില്ല. അതെങ്കിൽ 40ഉം 30ഉം വയസ്സുള്ള ചെറിയ ചെറിയ പെൺകുട്ടികളെ കെട്ടിയ പുതിയ പുതിയ ഭർത്താക്കന്മാർ, ചെറുപ്പക്കാർ, അവർക്ക് ലഹരിയില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല. ഭാര്യ എന്തെന്ന് രാത്രിയായാൽ അവർക്കറിയുന്നില്ല. ഈ പെൺകുട്ടി കണ്ണീരാണ് നേരം പുലരുന്നത് വരെ. അങ്ങനെ കഴിയുന്ന എത്രയെത്ര പെൺകുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കും. ഈ തോന്നിവാസം കാട്ടി നടത്തുന്ന പെൺകുട്ടികളെ പോലെയല്ല, നല്ല ദീനിയായ കുടുംബത്തിലും നല്ല ദീനിയായ രൂപത്തിലും വളർന്ന പെൺകുട്ടികൾ. മാതാപിതാക്കൾ അന്വേഷണത്തിന് പോകുമ്പോൾ അവിടുത്തെ ചെക്കനെ പറ്റി അന്വേഷിക്കാൻ ആകെ 2 ചോദ്യം ചോദിക്കും. ഇപ്പോൾ നമ്മളെ മുജാഹിദീങ്ങൾ ചെയ്യുന്ന ഒരു പണിയാണിത്. ഞാൻ അനുഭവിച്ചിട്ടാണ് പറയണത്. ഓൻ പള്ളിക്ക് വരും. അപ്പോൾ ഈ ചെക്കന് ഒരു ദിവസം ഞാൻ 2 ചെക്കന്മാർ, തീരെ പള്ളിയിൽ വരാത്ത 2 ചെക്കന്മാരാണ്. ഓലും ഇങ്ങനെ പള്ളിയിൽ വന്ന് ഇങ്ങനെ സുബൈക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, ഈ കുട്ടി ഇപ്പം എന്താ അങ്ങനെ സുബൈക്ക് ഇങ്ങനെ ഭയങ്കര പ്രാർത്ഥനയാണല്ലോ. അപ്പം എൻ്റെ മോൻ പറഞ്ഞു, ഉമ്മാക്ക് എന്തായാലും ഒരു കണ്ണിക്കടി എന്ന് പറഞ്ഞാൽ ഓനെ പരീക്ഷിച്ചു. ഞാൻ അപ്പൻ്റെ മനസ്സിൽ വെച്ചു, ഓനെ ഏതെങ്കിലും പെണ്ണ് കണ്ടിട്ടുണ്ടാവും, മോനെന്തേലും കുളത്തി വെച്ചിട്ടുണ്ടാവും. ആ വീട്ടുകാർ വന്ന് അന്വേഷിക്കുക, നമ്മളെ നാട്ടിലൊക്കെ അന്വേഷിക്കുക, അങ്ങനെ പള്ളിയിൽ വരുന്നുണ്ടോ എന്നാ ചോദിക്കുക. അപ്പോൾ ഓനെ വന്ന് അന്വേഷിക്കുമ്പോൾ പള്ളിയിൽ വരുന്നുണ്ട് എന്ന് മുക്കുരി പറയുമല്ലോ. അതോടുള്ള കല്യാണം കഴിഞ്ഞോടെ പിന്നെ ഓനെ പള്ളി കണ്ടിട്ടുണ്ടാവില്ല. ഈ രൂപത്തിലുള്ള പള്ളിക്കുവൊക്കല്ല ഞാൻ പറയുന്നത്. ഇവൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാൻ കഴിയും. ഓൻ്റെ ഫ്രണ്ടുകളോട് ചോദിച്ചാൽ മതി. ലഹരി വസ്തുക്കളുടെ അഡിക്റ്റുകളായിട്ടുള്ള ഭർത്താക്കന്മാരെ കൊണ്ട്, ചെറുപ്പക്കാരെ കൊണ്ട് പണം കണ്ടിട്ട്, സൗന്ദര്യം കണ്ടിട്ട്, ഗൾഫിൽ അവൻ്റെ ജോലി കണ്ടിട്ട് ഒരുപാട് പെൺകുട്ടികളെ കെട്ടിച്ചയച്ചവരാണ് നമ്മൾ. ആ പെൺകുട്ടികളുടെ കണ്ണീരും ശാപവും ഏറ്റുവാങ്ങേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് എനിക്ക് പറയാനുണ്ട്, പ്രിയപ്പെട്ടവരെ, അത് നിങ്ങളുടെ കുറ്റമല്ല. നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയില്ല എങ്കിൽ നിങ്ങൾക്ക് ദീനടിസ്ഥാനത്തിൽ തിരിച്ചു പോരാനുള്ള അവകാശമുണ്ട് എന്നാണ്. ഇനിയൊരു ഭർത്താവിനെ കിട്ടുകയില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരു ഹറാമിയത്ത് ചെയ്യുന്നവൻ്റെ കൂടെ ജീവിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. ഇവിടൊക്കെയാണ് സ്വാതന്ത്ര്യം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ മറ്റോടൊപ്പം ചേർന്നിരിക്കാനല്ല സ്വാതന്ത്ര്യവും സമത്വവും വേണ്ടത്. സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ലിബറലിസവും അതുപോലെ തന്നെ നമുക്കുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടത് തെറ്റിൻ്റെ അടുക്കൽ നോ പറയാനാണ്. അവിടെയാണ് നമ്മൾ ഇല്ല എന്ന് പറയേണ്ടത്. ഇങ്ങനെ എത്ര കുടുംബങ്ങൾ കഴിയുന്നതെന്നറിയോ? ഓരോരോ ആൺകുട്ടികൾക്ക് പെണ്ണന്വേഷിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ പെൺകുട്ടികളെ കല്യാണം അന്വേഷിച്ച് വരുമ്പോൾ പൊട്ടിക്കരയുന്ന ഉമ്മയും പെൺകുട്ടികളുമാണ്. കാരണം എന്താ? ബാപ്പ കുടിച്ചിട്ട് പൂശായിട്ട് ഒരു അക്ഷരം തിരിയില്ല എന്നൊക്കെ ചോദിക്കണം ഓരോരുത്തർ. ആ രൂപത്തിൽ വാക്ക് തിരിയാത്ത കള്ളുകുടിയനായ ഭർത്താവിൻ്റെ അല്ലെ വാപ്പാൻ്റെ മോളെ കെട്ടാൻ ആരാ തയ്യാറാകുക? ഇനി നോക്കോട്ട് നിങ്ങൾ, കള്ളുകുടിയനായ മകൻ്റെ വാപ്പന്നെ കള്ളുകുടിയനായ ഒരു മകൻ്റെ ഒരു വാപ്പാൻ്റെ മകളെ കെട്ടൂല. അവിടെ അയാൾ ഭയങ്കര മാന്യനേക്കാരൻ. പക്ഷെ അയാളെ വീട്ടിൽ കള്ളുണ്ടെങ്കിലും മക്കൾ കുടിക്കുന്നുണ്ടെങ്കിലും കെട്ടുന്നത് എങ്ങനെയായിരിക്കണം? നല്ല മുത്തക്കിയായിരിക്കണം എന്നാണ്, അല്ലേ? ഇങ്ങനെ തന്നെയല്ലേ? ഇങ്ങനെ എത്ര കുടുംബങ്ങളാണ് ഛിന്ന ഭിന്നമാവുന്നത് എന്നോ. ഇന്ന് ഏറ്റവും കൂടുതൽ കുടുംബ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഞാൻ എൻ്റെ അടുക്കൽ കരയും പറയും ചെയ്യുന്ന പെൺകുട്ടികൾ 90% ഭർത്താവിൻ്റെ കഞ്ചാവിൻ്റെ പ്രശ്നങ്ങളാണ് പറയുന്നത്. ഒരു പെൺകുട്ടി പറഞ്ഞൊരു സങ്കടമുണ്ട്. ഒരു ഉമ്മ, അവിടെ ഒരു മകൻ ഇങ്ങനെയാണ്, മറ്റു മക്കൾ അധ്യാപകരാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇവൻ നല്ലവനാണ് എന്നാണ് വിചാരിച്ചത്. ആ പെൺകുട്ടിക്ക് ഒരു 17 വയസ്സ്, നമ്മൾ ഈ 18 കഴിഞ്ഞ മുമ്പ് നടന്ന കല്യാണം. ആ കുട്ടി പറയുന്നത് ഉമ്മമാർക്കൊരു ധാരണയുണ്ട് എന്നാണ്. എന്താ ധാരണ? ഒരു പെണ്ണാണ് കെട്ടിച്ചാൽ ഈ കേടുന്നവനാണ് നേരാകും എന്ന് വിചാരിച്ചിട്ട് ഓനെന്നാൽ നേരാകട്ടെ, ഓനെ കൊണ്ടൊരു പെണ്ണാണ് കെട്ടിക്കുക നമ്മൾ. അങ്ങനെ കെട്ടിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി ഇന്നും എൻ്റെ കണ്ണു മുന്നിലുണ്ട്.
കഞ്ചാവിൻ്റെ അഡിക്റ്റിൻ്റെ ഭാര്യയായി നാട്ടുകാർ കൊടുക്കുന്ന ഭക്ഷണവും വസ്ത്രവും വാങ്ങിക്കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട എത്രയെത്ര പെൺകുട്ടികളാണ് നമ്മുടെ കൂട്ടത്തിൽ. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു പുരുഷൻ്റെ ഈ ദോഷം കൊണ്ട്, ഈ കഞ്ചാവിൻ്റെയും കള്ളിൻ്റെയും അഡിക്റ്റായത് കൊണ്ട്, അതിൻ്റെ ഉപയോഗം കൊണ്ട് കണ്ണീര് കുടിക്കുന്ന ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ തമ്മാടിത്തരം കാട്ടുന്ന ഒരു വിഭാഗം പെൺകുട്ടികൾ മറുഭാഗത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സമുദായം ഉന്നതിയിലേക്ക് എത്തുക എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക തന്നെ ചെയ്യണം. ഇതിന് തടമിടാനാണ്, ഇനിയുള്ള സമുദായങ്ങളെ രക്ഷപ്പെടുത്താനാണ് MGMകാർ പ്രവർത്തിക്കുന്നത്. അതല്ലാതെ ഇതുകൊണ്ട് നമ്മൾ ആരും ഇവിടെ വലിയ ടൂറിസ്റ്റ് ഹോം കയറ്റി ആൾക്കാരെ കൊണ്ടുവരുന്നില്ല. ഇത് ജനങ്ങൾക്ക് ഈ ഹിദായത്ത് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പോയത് എവിടുന്നാണെന്നറിയോ? ഒരു പെണ്ണിനുണ്ടാകേണ്ടുന്ന 4 ഗുണങ്ങൾ പറഞ്ഞിട്ടാണ്. ഒരു പെണ്ണ് നമസ്കരിക്കുന്നവളും നോമ്പനുഷ്ഠിക്കുന്നവളും തന്നെ വിവാഹം ചെയ്ത ഭർത്താവിനെ അനുസരിക്കുന്നവളും അങ്ങനെയുള്ള മാത്രമല്ല തൻ്റെ ശരീരം കാത്തു സൂക്ഷിക്കുന്നവളുമായിരിക്കണമെന്നാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ നോക്കൊണ്ടു, ഇന്ന് ഏറ്റവും പ്രശ്നം ചാറ്റിങ്ങിലൂടെ ഉണ്ടായ പ്രശ്നമാണ്. നിങ്ങൾക്ക് പറഞ്ഞു, നിങ്ങൾ ആരും ശ്രദ്ധിക്കണില്ല, ചാറ്റിംഗ് ആണിപ്പോൾ. ഒരു മൊബൈല് ഭർത്താവ് എന്ത് ചെയ്യും, ഗൾഫിക്ക് പോകല്ലേ എന്ന് വിചാരിച്ച് നല്ല ഭർത്താക്കന്മാരുണ്ടല്ലോ, എല്ലാവരും ഇപ്പോൾ അഡിക്റ്റുകളല്ലല്ലോ. നല്ല ഭർത്താക്കന്മാരുണ്ട്. അവർ നല്ല വിശ്വാസത്തോടെ തൻ്റെ ഭാര്യയെ, തനിക്കും തൻ്റെ മക്കളെയും പൊന്നുപോലെ നോക്കണം, തൻ്റെ ഉമ്മാനെ നോക്കണം, ബാപ്പാനെ നോക്കണം. നീ തന്നെയാണ് ഈ വീടിൻ്റെ വെളിച്ചം, എൻ്റെ പൊന്നാര പൊന്നും കട്ടേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇപ്പം പോകും. ഒരു മൊബൈലും കൊടുത്തിട്ട്, നല്ല ഒരു മൊബൈല്. ആ മൊബൈൽ കൊണ്ട് പിന്നെ അവളുടെ പണിയാണ് അവസാനത്തെ ചാറ്റിങ്. അവസാനം ചാറ്റി ഇവൻ വരുമ്പോൾ ഈ വയസ്സായ ഉമ്മയും ഈ കുട്ടികൾ മാത്രമാണ് വീട്ടിലുണ്ടാവുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഭർത്താക്കന്മാരല്ലാത്ത മറ്റു അന്യ ആണുങ്ങളോട് സംസാരിക്കാൻ എന്ത് അവകാശമാണ് നമുക്കുള്ളത്? നമുക്കതിനുള്ള അവകാശമില്ല. നമ്മുടെ ഭർത്താവ്, നമ്മുടെ വാപ്പ, നമ്മുടെ അമ്മോശാക്ക, നമ്മുടെ ഇമ്മ, നമ്മുടെ ആങ്ങളമാര്, എണ്ണിപ്പറഞ്ഞല്ലോ ഖുർആൻ 14 കൂട്ടരെ, അവരോടൊത്തല്ലാതെ സംസാരമോ യാത്രയോ നമുക്കില്ല. നമ്മൾ ആരെ ബൈക്കിൻ്റെ മൂട് കിട്ടിയാലും നമ്മളവിടെ കയറ്റി വെച്ച് നമ്മളങ്ങോട്ട് പോകുക തന്നെ. എത്ര കുട്ടികളാണ് അങ്ങനെ വഴിതെറ്റെന്നറിയോ? ഒരു അമുസ്ലിമായൊരു മാഷൊരിക്കൽ പറയുകയാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചർ വരുന്നത് എനിക്ക് നാണക്കേടാണ്. ഭാര്യനോടാണ് പറയണത്, അവൾ നാളെ എൻ്റെ വണ്ടിയിൽ കയറരുത്, ഞാൻ നേരത്തെ പോകുകയാണ് എന്ന്. ഒരമുസ്ലിമായ മാഷ് പറയണത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചർ അയൽവാസിയാണ്, അവർ കൂടെ വണ്ടിയിൽ വരികയാണ്. അതുകൊണ്ട് ഇന്നലെ അവരെൻ്റെ വണ്ടിയിൽ കയറി, ഞാൻ അങ്ങോട്ട് ചെന്നത് എനിക്ക് ആകെ ചമ്മിക്കൊണ്ടാണ്. ആ സ്ത്രീ ഇന്നും എന്നെ കാത്തു നിൽക്കും. സനാത്തിൻ, ശരീരം കാത്തു സൂക്ഷിക്കുന്ന പരിശുദ്ധയായ പെണ്ണാകണം ഇവൾ. ഒയറ മുസാഫിഹാത്തിൻ, മുമ്പേ വ്യഭിചാരം നടത്തിയ പെണ്ണ് പറ്റൂല. നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് പറയുന്നത്. ഒയറ മുസാഫിഹാത്തിൻ, മറ്റുള്ളവരുടെ കൂടെ ജീവിതം പങ്കുവെച്ച പെണ്ണ് പറ്റൂല. വല മുത്തഹിദാത്തി അഹ്ദാനിൻ, കള്ളക്കാമുകന്മാരെ പ്രേമിച്ച് നടക്കുന്ന പെണ്ണും പറ്റൂല. സൂറത്ത് നിസായിലാണിത്, നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണിത്. മുഹ്സനാത്തിൻ വൈറ മുസാഫിഹാത്തിൻ വല മുത്തഹിദാത്തി അഹ്ദാനിൻ, കള്ളക്കാമുകന്മാരെ സ്വീകരിക്കുന്ന, ആരുടെയും കൂടെ വ്യഭിചരിക്കുന്ന അങ്ങനത്തെ പെണ്ണ് പറ്റൂല. മുഹ്സനാത്തായ പരിശുദ്ധകളായ സ്ത്രീകളെയാകുന്നു, പെൺകുട്ടികളെയാകുന്നു ഉമ്മമാർ അന്വേഷിക്കേണ്ടത്. പുരയുടെ വലുപ്പവും കാറിൻ്റെ നമ്പറും നോക്കിയിട്ടല്ല പെണ്ണന്വേഷിക്കുക. പെൺകുട്ടിയുടെ സത്യസന്ധതയും ദീനുമുള്ള ചിട്ടയിൽ വളരുന്ന സ്വാലിഹത്തായ പെൺകുട്ടികളെയാണ് ഉമ്മമാർ ആൺമക്കൾക്ക് കൊണ്ടുവരേണ്ടത്. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ആ പ്രവാചകൻ പഠിപ്പിച്ചു, അർബഉൻ 4 കാര്യങ്ങളുണ്ട്. ഇതാ സ്വാബഹുന്ന, അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അസാബ ഖൈറുദ് ദുനിയ വൽ ആഖിറ, നിങ്ങൾക്ക് ഇഹലോകവും കിട്ടി പരലോകവും കിട്ടി. ഒരിക്കൽ കൂടെ പറയാണ്, അർബഉൻ 4 കാര്യങ്ങൾ. ഇതാ സ്വാബഹുന്ന അസാബ ഖൈറുദ് ദുനിയ വൽ ആഖിറ, അത് 4 കിട്ടിയാൽ നിങ്ങൾക്ക് ഇഹലോകവും കിട്ടി പരലോകവും കിട്ടി. 1, ലിസാനൻ ദാക്കിറ, ഖുർആൻ ഓതുന്ന ഒരു നാവുണ്ടാകണം. വ കൽബൻ ഷാക്കിറ, എന്ത് കിട്ടിയാലും എൻ്റെ ഭർത്താവ് കൊണ്ടുവന്നത് ഒരു പച്ചമുളകാണെങ്കിലും അതിനോടൊരു പുഞ്ചിരിയും ചിരിയും വേണം. ഇത് റബ്ബിനിക്ക് തന്നല്ലോ, എൻ്റെ ഭർത്താവിനിക്ക് തന്നല്ലോ, അള്ളാഹിനോടുള്ള ഒരു നന്ദി നമുക്കുണ്ടാകണമെന്നാണ്. 3ാമത് പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾ? വ ബദനൽ ബലായി സ്വാബിറ, എന്ത് പരീക്ഷണം വന്നാലും
ക്ഷമിക്കാനുള്ളൊരു തടി നമുക്കുണ്ടാകണമെന്നാണ്. മക്കൾ മരിക്കും, അപകടം സംഭവിക്കും, ആക്സിഡന്റ് സംഭവിക്കും, മരവിച്ച് കിടക്കും നമ്മൾ, എല്ലാം നമുക്കും മക്കൾക്കും ഉണ്ടാവും. പക്ഷേ ഇത് അള്ളാൻ്റെ വിഹിതമാണ് എന്നോർത്ത് ക്യാൻസറാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരി, വായിലെ നാവുകൊണ്ടൊരു മനുഷ്യനോട് സംസാരിക്കാത്ത, പുഞ്ചിരിക്ക മാത്രം ചെയ്യുന്ന ഒരു സഹോദരിയുണ്ട്, സൈനബ ടീച്ചർ തന്നെ. അതിൻ്റെ ലങ്സിനാണ് ക്യാൻസർ. ചികിത്സ പോലും ഇല്ലാത്ത ഒരു ഭാഗത്താണ് ക്യാൻസർ. അല്ലാഹു മഷ്ഫി അന്ത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാ ലാ യുഗാദിറു സഖമൻ വലാ അലമ. നിങ്ങളെല്ലാവരും ആമീൻ പറയണം. അപ്പോൾ അങ്ങനെ വദനനൽ ബലായി സ്വാബിറ, പരീക്ഷണം വരുമ്പോൾ അതിൽ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. 3 കാര്യം കേട്ടില്ലേ? 4-മത്തേത് നമ്മളാണ്. വസൗജതൻ മൂമിനതൻ തുഈനുഹു അലാ ദീനിഹി, തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ദീനിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു ഭാര്യയായ, വിശ്വാസിയായ, പരലോക വിശ്വാസമുള്ള മുത്തഖിയായ ഒരു ഭാര്യ എന്നാണ്. അതും സ്വർഗം നമുക്ക്. ഈ പറഞ്ഞതൊന്നും ഞാൻ ആണുങ്ങളതല്ല, ഇതൊക്കെയും നമ്മുടേതാണ്. വസൗജത്തും മൂമിനത്താകാൻ നമുക്ക് കഴിയൂലേ? അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു പെണ്ണാകാൻ നമുക്ക് കഴിയൂലേ? കഴിയും. നമുക്കെന്തിനാ നമ്മുടെ ഭർത്താവല്ലാത്ത ഒരാണ്? നമുക്കെന്തിനാ അയാളുടെ സംസാരമല്ലാത്ത മറ്റൊരാളുടെ കൊഞ്ചല്? നമുക്കെന്തിനാ അയാളുടെ സാമീപ്യമല്ലാത്ത മറ്റൊരുത്തൻ്റെ സാമീപ്യം എന്ന് നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അപ്പം നമ്മുടെ ഭർത്താവിനെ ദീനിൻ്റെ കാര്യത്തിൽ സഹായിക്കുന്ന ഒരു മൂമിനത്തായ പെണ്ണാണത്രേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലാഭങ്ങൾ, ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ 4 അത് 4 നേടിയാൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവൾക്ക് ഇഹലോകവും പരലോകവും നേടി എന്നാണ്. ഇഹലോകവും പരലോകവും വിജയിച്ചു കഴിഞ്ഞു. 4 കാര്യം ഒന്നുകൂടി ശ്രദ്ധിക്കുക. 1-മത്തത്, അവൾക്ക് അള്ളാഹുവിനെ ഓർക്കാനുള്ള ഒരു നാവ്, പരിശുദ്ധ ഖുർആൻ പഠിക്കാനും പറയാനുമുള്ള ഒരു നാവ്, അള്ളാഹുവിൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനുള്ള ഹൃദയം, 3-മതായി പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ്, 4-മതായി തൻ്റെ ഭർത്താവിനെ ദീനിൻ്റെ കാര്യത്തിൽ സഹായിക്കുക. സുബഹിൻ്റെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും പള്ളിക്ക് പോകുക എന്ന് പറയാനുള്ളൊരു ഭാര്യയാകണം നമ്മൾ. ഞാനും മക്കളെ മതി ഉറങ്ങിയത് ബാങ്ക് കൊടുത്ത് നിങ്ങൾ എണീക്കുമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചുണർത്താനുള്ളൊരു ഉമ്മയാകണം ഞാനും നിങ്ങളും. മാത്രമല്ല നമ്മളും പോകുന്നവരാകണം. ഇനി അതുമാത്രമല്ല, ഒരു സമ്മേളനമാകട്ടെ, സംഘടനയാകട്ടെ, അല്ലെങ്കിൽ ദീനിയായിട്ട് പ്രവർത്തനമാകട്ടെ, അതിന് അദ്ദേഹത്തെ പറഞ്ഞേക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. നിങ്ങൾക്ക് എപ്പോഴൊരു മീറ്റിംഗ്, ISM, MSM, MGM എന്തെങ്കിലും എന്നോട് നോട്ടീസ് അടിക്കാൻ നമ്മൾ ആൾക്കാർ ചോദിക്കണം. നിങ്ങൾക്കൊന്നും ഇരുന്നൂടെ? ആ മാഷൂറ്റൊന്നും പോണില്ലല്ലോ, നിങ്ങൾ മാത്രമേ സംഘടനയിലുള്ളൂ എന്ന് ചോദിക്കുന്നവരാവരുത് നമ്മൾ. പോകണം നിങ്ങൾ മനുഷ്യ. ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യാം, ഞാൻ അതുവരെ കുറച്ച് ഖുർആനോദാം, അല്ലെങ്കിൽ ഞാൻ നാളേക്കുള്ള കറികൾ മുറിക്കാം, ഇതങ്ങ് ചെയ്തിട്ടെങ്കിലും നിങ്ങൾ വരുന്നത് വരെ ഞാനിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് ദീനിന്, അതല്ലെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ പോരാം. 4 വീട് പറഞ്ഞു നടക്കുന്ന ഇവിടെ ഖുർആൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾ പോരും എന്ന് പറഞ്ഞു നടക്കുന്നത് ദീനിനെ സഹായിക്കലാണ്. അങ്ങനത്തെ ഒരു ഭാര്യമാരായി നമ്മൾ മാറണം. ഇതാണ് നമ്മുടെ 4 ഗുണങ്ങൾ. ഈ ഗുണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇഹലോകവും പരലോകവും നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടവരാണ് നമ്മൾ. അതിനുള്ള തഖ്വ നമുക്ക് വേണം, അല്ലേ? നോക്കി നിങ്ങൾ, സ്വർഗത്തിൽ ആയ ഒരു കൂട്ടർ ആൾക്കാർ പറയുന്ന ഒരു വാക്ക് സൂറത്ത് തൂറിൽ നിങ്ങളെല്ലാവരും ഓതിയവരാണ്. ഞാനും നിങ്ങളൊക്കെ പലതവണ വായിച്ചവരും ഓതിയവരുമാണ് ആ ആയത്തുകളൊക്കെ. എന്താണ് ആയത്ത് നോക്കി നിങ്ങൾ. റബ്ബ വഖബല ബഅദുഹും അലാ ബഅദിൻ യതസാഅലൂൻ ഖാലൂ ഇന്നാ കുന്നാ ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദഉഹു ഇന്നഹു വൽ ബർറുർ റഹീം. സൂറത്ത് തൂറിൽ 25 മുതൽ 28 വരെ ഉണ്ട് കേട്ടോ. അത് നോക്കി. ഒരു കുടുംബം, ഞാൻ അവസാനിപ്പിക്കാൻ തോന്നാൻ ഇനി പറയാൻ നിൽക്കില്ല കേട്ടോ. ഒരു കുടുംബം സ്വർഗത്തിലാകാനുള്ള കാരണങ്ങൾ, സ്വർഗവാസികളായ ആൾക്കാർ. ഇപ്പം നമ്മളിവിടെ വന്ന് ഒരുപാട് സംസാരിച്ചു. ഞാൻ കയറി വന്നപ്പോൾ തന്നെ വീട്ടിലത്തെ ഉടമസ്ഥൻ്റെ ഭാര്യ പറഞ്ഞു, ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, എനിക്ക് പരിചയമുണ്ട്,
നിങ്ങളെ പ്രസംഗം കേൾക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരെ കണ്ടാലും സംസാരിക്കും അല്ലേ. കുറച്ച് കഴിഞ്ഞ് വേറെ ആൾക്കാർ നിങ്ങളെ വീട് എവിടെയാണ്, എത്രയാണ്ടര എവിടെയാണ്, എത്ര ദൂരമാണ് എന്ന് പറയും. പിന്നെ നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർ ഇവിടെ എത്രയാണ്ടക്കാരുണ്ടേനും. ഇങ്ങനെ നമ്മൾ പരസ്പരം പരിചയപ്പെടുകയാണ്. എന്തിൻ്റെ പേരിൽ? ദീനിൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ വന്നത്. നിങ്ങളെന്നെ കല്യാണത്തിന് വിളിച്ചതല്ലല്ലോ, അതിന് നിങ്ങളെന്നെ വിളിക്കൂല. അപ്പം ഞാൻ വന്നത് എന്തിനാ? ദീനിൻ്റെ. അപ്പം നമ്മൾ ഒരുമിച്ച് കൂടിയതോ അതും ദീനിന് വേണ്ടിയാണ്. കല്യാണത്തിന് വരെ വിളിക്കപ്പെടാൻ വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ, അത്രയേ കല്യാണം ഉണ്ടാവുള്ളൂ അല്ലേ. എല്ലാവരും പാടെ സംഘടനക്കാരൊക്കെ കല്യാണത്തിന് വരുന്നറിയോ? ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമുള്ള സമയം ഇതാണ്. ഇവിടെ ഇപ്പോൾ വെള്ളം കിട്ടിയില്ല, ചോറ് കിട്ടിയില്ല, ഇവിടെ കൊടുത്തില്ല എന്നുള്ള ടെൻഷനൊന്നുമില്ലല്ലോ. കല്യാണമെങ്കിൽ ആണെങ്കിലും ഇട്ട് ഒരേ ടെൻഷൻ. അപ്പോൾ സ്വർഗത്തിൽപ്പെട്ട ആൾക്കാരും പരസ്പരം സംസാരിക്കുകയാണ്. നിങ്ങളിന്ന് സൂറത്ത് തൂർ നിങ്ങൾ വൈകുന്നേരം ഓതണം. എന്നിട്ട് ഈ ആയത്ത് നിങ്ങൾ കാണണം. അവർ പറയുന്ന വാക്ക് നിങ്ങൾ കേൾക്കണം. സ്വർഗത്തിലായവർ പരസ്പരം സംസാരിക്കുകയാണ്, ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ സ്വർഗത്തിൽ വന്നുപെട്ടത്, എങ്ങനെയാണ് നിനക്ക് സ്വർഗം കിട്ടിയത് എന്നുള്ള വാക്കുകളൊക്കെ അവരിങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന വാക്കാണ് ഖാലൂ. അവർ പറയുകയാണ് ഇന്നാ കുന്നാ കബലു, ഇന്നാ കുന്നാ തീർച്ചയായും ഞങ്ങളായിരുന്നു, കബലു ഇതിനു മുമ്പ്, ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരായിരുന്നു എന്ന് അവർ പറയുന്നത്. ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഇഹലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായിരുന്നു എന്നും മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തെ നല്ലപോലെ നോക്കിയിരുന്നു എന്നുമാണ് അവർ മറുപടി പറയുന്നത്. ഞാൻ ആയത്തൊന്നും കൂടി നോക്കിയത് ഇവിടെ എഴുതി വെച്ചത്, ഒറ്റ മിനിറ്റ്. അപ്പോൾ നോക്കി വഖ്ബല ബഅ്ലുഹും അലാ ബഅ്ലിൻ യതസാഅലൂൻ. സ്വർഗവാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ സ്വർഗത്തിൽ വന്നു പെട്ടത് എന്നാണ്. സ്വർഗ്ഗക്കാരുടെ ചോദ്യം നമ്മൾ കിട്ടുമല്ലോ. നീറ്റിൽ പരീക്ഷയ്ക്ക് പാസ്സായ നീ എത്ര മണിക്കൂർ വായിച്ചു അല്ലേ? നീ വേറെ പരീക്ഷയ്ക്ക് എത്ര വായിച്ചു? എൻട്രൻസിന് കിട്ടാൻ, വേറെലിന് കിട്ടാനൊക്കെ നമ്മൾ വിജയിച്ച സംഗതികളൊക്കെ എങ്ങനെയാണ് എന്ന് അന്വേഷിക്കും. അതുപോലെ സ്വർഗവാസികൾ ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് സ്വർഗത്തിൽപ്പെട്ടത് എന്ന്. അപ്പോൾ അവർ പറയുന്ന വാക്കാണ് കാലൂ. അവർ പറഞ്ഞു ഇന്നാ കുന്നാ ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. ഇന്നാ കുന്നാ ഞങ്ങളായിരുന്നു, ഫീ അഹ്ലിനാ ഞങ്ങളുടെ കുടുംബത്തിലാകുമ്പോൾ, മുശ്ഫിഖീന ഞങ്ങൾ അങ്ങേയറ്റം അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു. മറക്കരുത് നിങ്ങൾ, എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയുണ്ട്, അവിടെ കാര്യം ഞാൻ നല്ലപോലെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെട്ടിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ കടമകൾ ഞാൻ നിറവേറ്റിയിട്ടില്ല എങ്കിൽ എനിക്ക് നരകമാണെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. എൻ്റെ മക്കളെ ഞാൻ ദീനിയായി വളർത്തിയിട്ടില്ല എങ്കിൽ അതിൻ്റെ ശിക്ഷ ഏറ്റെടുക്കേണ്ടത് ഞാനെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. എൻ്റെ കുടുംബത്തിലുള്ളവരുടെ കാര്യം ഞാൻ നല്ലപോലെ പേടിച്ചിട്ടാണ്, റബ്ബിനെ ഭയന്നുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഫമന്നല്ലാഹു അലൈനാ, അതുകൊണ്ടാണ് അള്ളാഹു എനിക്ക് സ്വർഗം നൽകിയത്. വവഖാന അദാബസ്സമൂം, മനുഷ്യ ശരീരത്തിലെ രോമകൂപങ്ങളിലൂടെ തുളച്ചു കയറുന്ന നരകാഗ്നിയിൽ നിന്നും അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി തന്നത് എൻ്റെ ഭർത്താവിനെയും കുടുംബത്തെയും ഞാൻ നല്ലപോലെ സംരക്ഷിച്ചത് കൊണ്ടാണ് എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ കുടുംബം നോക്കിയ മാധുര്യവും ആ കുടുംബം നോക്കിയതിന് സ്വർഗവും കിട്ടുമ്പോഴാണ് ദുനിയാവിൽ നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ സന്തോഷം നമുക്ക് നേടുക. ഫമന്നല്ലാഹു അലൈനാ വവഖാന അദാബസ്സമൂം ഇന്നാ കുന്നാ മിൻ ഖബ്ലു, ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഞങ്ങളായിരുന്നു നദുഊഹു അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഹുവൽ ബർറുർ റഹീം, ആ അള്ളാഹു ഏറ്റവും കൂടുതൽ കാരുണ്യം ചെയ്യുന്നവനും ഞങ്ങൾക്ക് പുണ്യം നൽകുന്നവനുമായിരുന്നു ഞങ്ങളുടെ നാഥൻ. ആ റബ്ബ് മാത്രം മതി എനിക്ക്, ആ റബ്ബിനോട് മാത്രമാണ് ഞാൻ ദുആ ചെയ്തിരുന്നത് എന്ന് പറയാൻ ഈ ഇരിക്കുന്ന നമ്മൾക്ക് കഴിയണം. എൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ജോലിക്ക് പോയിട്ട് എൻ്റെ കുടുംബം മുഴുവനും ഭക്ഷണം കഴിക്കേണ്ടി വരും. ഇനി അതല്ല, ഞാൻ ജോലിക്ക് പോയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയും ബാപ്പയും അവർക്കും ഞാൻ കൊടുക്കേണ്ടി വരും. എൻ്റെ മക്കളെ ഞാൻ പോറ്റേണ്ടി വരും. ഇതൊക്കെ ഞാൻ ചെയ്തത്
എൻ്റെ റബ്ബിൻ്റെ കൂലി ഓർത്തുകൊണ്ടാണ് എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ, അങ്ങനെ നമ്മൾ ചെയ്തുവെങ്കിൽ സ്വർഗത്തിലാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ കുടുംബം നോക്കി കുടുംബം കൊണ്ട് സ്വർഗം കിട്ടുന്നവർ നമ്മളാണ്. ആ സ്വർഗത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും പണിയെടുക്കേണ്ടത് എന്നാണ്. മാത്രമല്ല സർവശക്തനായ അല്ലാഹു നമ്മെ പഠിപ്പിച്ചതും അത് തന്നെയാണ്, അല്ലേ?